നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പുതിയ താരോദയത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. എയ്ഡൻ ഹെവൻ. വുൾസുമായിട്ടുള്ള മത്സരത്തിന് ശേഷം എയ്ഡൻ ഹെവൻ്റെ പേര് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതിപ്പം പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും പണ്ഡിറ്റ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും അവർ എടുത്ത് പറഞ്ഞൊരു പേരായിരുന്നു എയ്ഡൻ ഹെവൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് ടോട്ടൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് ഹെവൻ്റെ ഭാഗത്തു നിന്ന് കാഴ്ചവെച്ചത്. വുൾസുമായിട്ടുള്ള ഗെയിം നോക്കിക്കഴിഞ്ഞിരുന്നാൽ എയ്ഡൻ ഹെവൻ കംപ്ലീറ്റഡ് 36 പാസസ്. അറ്റംപ്റ്റ് ചെയ്ത 36 പാസിൽ 36 പാസസും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എല്ലാ ഡ്യുവൽസും വിൻ ചെയ്തു, ഏരിയൽ ഡ്യുവൽസ്, പിന്നെ എല്ലാ ഗ്രൗണ്ട് ഡ്യുവൽസും വിൻ ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസാണ്. അത് ഒരു പ്രോമിസിങ് യങ് പ്ലെയറിൻ്റെ മാത്രമായിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല, അത് ആക്ച്വലി ഒരു ടോപ്പ് ഡിഫൻഡറിൻ്റെ പെർഫോമൻസ് ആണ് എയ്ഡൻ ഹെവൻ കാഴ്ചവെച്ചത്. നമുക്ക് ആ ഓവറോൾ സ്റ്റാറ്റ്സിലേക്കൊന്ന് പോവാം. ഇതാണ് എയ്ഡൻ ഹെവൻ്റെ സ്റ്റാറ്റ്സ് വുൾസുമായിട്ടുള്ള ഗെയിമിൽ. ടോട്ടൽ മിനിറ്റ്സ് പ്ലേഡ് 69, ഇൻ്റർസെപ്ഷൻസ് 0, ക്ലിയറൻസ് 7, ബ്ലോക്ക് ഷോട്ട്സ് 1, റിക്കവറീസ് 2, ഗ്രൗണ്ട് ഡ്യുവൽസ് 1, അതായത് 2, ഏരിയൽ ഡ്യുവൽസ് 1, 4, ആക്യുറേറ്റ് പാസസ് 36 ഔട്ട് ഓഫ് 36, 100%. ആക്യുറേറ്റ് ലോങ് ബോൾസ് എന്ന് പറഞ്ഞാൽ 1 ഔട്ട് ഓഫ് 1, 100%. സോ ഇതെന്ന് പറഞ്ഞാലൊരു ഞാൻ പറഞ്ഞതുപോലെ ഒരു നോർമൽ യങ്സ്റ്ററിൻ്റെ പെർഫോമൻസ് അല്ല, ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറിൻ്റെ പെർഫോമൻസ് ആണ് എയ്ഡൻ ഹെവൻ കാഴ്ചവെച്ചത്. ഇങ്ങനത്തെ ഒരു പെർഫോമൻസിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം ഉടലെടുപ്പിച്ചിട്ടുണ്ട്. ലെനി യൂറോനെയും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ്, ഒരു പ്ലെയറാണ് എയ്ഡൻ ഹെവൻ എന്നുള്ള ഒപ്പീനിയൻസ് ആണ് പല ഫാൻസും തരുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക്? എയ്ഡൻ ഹെവൻ ആണോ ബെറ്റർ, അതോ ലെനി യൂറോ ആണോ ബെറ്റർ എന്നുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾ കമൻസിൽ ഇടുക. ഓക്കെ, എയ്ഡൻ ഹെവനെ കുറിച്ചിട്ടുള്ള ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ എത്ര ഈസി ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര അനായാസമായിട്ടാണ് ആ ഒരു റോളിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഡിലിറ്റിനെ പോലുള്ളൊരു പ്ലെയറിൻ്റെ പൊസിഷനിലേക്കാണ് ഹെവൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിലിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നു, ആ പൊസിഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഗെയിമും കാഴ്ചവെച്ചിട്ടാണ് ഈ 2 ഗെയിംസ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ഹി ഹാസ് എ ബിഗർ സീലിംഗ്, നല്ല ഒരു ഫ്യൂച്ചർ കാണുന്നുള്ളൊരു പ്ലെയർ തന്നെയാണ് ഹെവൻ. ഒരു സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പം അത് ഒരു കോർഡിനേറ്റർ റോള് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ബാക്ക് 3 മിഡിൽ കളിക്കുമ്പോൾ നമുക്ക് ഒരു ഓർക്കസ്ട്രയിലെ കോർഡിനേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു റോളാണ് ഈ സെൻറ്റർ ബാക്ക് ചെയ്യുന്നത്. അവരാണ് വളരെ വോക്കലായിട്ട് 2 സൈഡിലുള്ള പ്ലെയേഴ്സിനെ ഓർഗനൈസ് ചെയ്യിപ്പിച്ചിട്ട് കളി നിയന്ത്രിക്കുന്ന ഒരു പൊസിഷൻ. അങ്ങനത്തെ ഒരു പൊസിഷനിലേക്കാണ് ഹെവൻ വരുന്നതും അത് വളരെ ഭംഗിയായിട്ട് തന്നെ വുൾസുമായിട്ടുള്ള ഗെയിമിൻ്റെ അകത്ത് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പ്ലെയേഴ്സ് വളരെയധികം കമ്പോസ്ഡ് ആയിരിക്കണം, പിന്നെ കറക്റ്റായിട്ടുള്ള പാസ് പിക്കപ്പ് ചെയ്യാൻ, പിന്നെ ഡ്യുവൽസ് വിൻ ചെയ്യണം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള ഒരു പൊസിഷനാണ് പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക്. അപ്പം ആ ഒരു പൊസിഷനിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് വളരെയധികം എന്താ പറയുക സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടൊരു കാര്യമാണ്. എല്ലാ ആൾക്കാരും ഇപ്പോൾ പണ്ഡിറ്റ്സും ഫാൻസും ഉൾപ്പെടെ എല്ലാവരും പറയുന്നതാണ്. ഈ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ വേണ്ടുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കമ്പോസ്ഡ് ആയിരിക്കണം, പിന്നെ ലൈൻ ലീഡ് ചെയ്യണം, ബാക്ക് ലൈൻ ലീഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. പിന്നെന്താ പറയുക ഡ്യുവൽസ് വിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഈ ഡിഫൻഡർ ചെയ്യേണ്ടത്. ഹെവൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. അതും ഒത്തിരി മെച്ചോറിറ്റിയോടുകൂടി തന്നെയാണ് ഈ ഒരു ബാക്ക് ലൈൻ ഹെവൻ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നിൽ നിന്ന് ബോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുന്നതിലുമൊക്കെ ലിസാൻഡ്രോ മാർട്ടിനസ് കഴിഞ്ഞിട്ടേ നമ്മുടെ ടീമിൽ വേറെ ആരെങ്കിലും വരുന്നുള്ളൂ. ഏത് സമയത്തും കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അത് മുന്നോട്ട് കളിക്കുക എന്നുള്ളതാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ മെയിൻ ചിന്ത. അല്ലാതെ എപ്പോഴും സൈഡ് പാസോ അല്ലെങ്കിൽ ബാക്ക് കൊടുത്ത് കളിക്കുന്ന ഒരു നേച്ചറായിട്ടുള്ള ഒരു പ്ലെയർ അല്ല മാർട്ടിനസ്. അപ്പം ലിച്ചായുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷൻ കണ്ട് പഠിക്കുക എന്നുള്ളത് ഏതൊരു യങ് പ്ലെയറിനും ഉൾക്കൊള്ളേണ്ട പാഠമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഹെവൻ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം
ലിച്ചയൊക്കെ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുക, ഓൾവേസ് തിങ്കിങ് ഫോർവേഡ്. എപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ലിച്ച ബോൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം കമ്പോസ്ഡ് ആണ്, എന്നിട്ട് പ്രസ് റെസിസ്റ്റൻറ്റും കൂടെയാണ്. പല ആൾക്കാരും പ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിരുന്നാലും അത് വളരെയധികം ഈസി ആയിട്ട് അത് കവർ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് പാസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതേപോലത്തുള്ള പാഠങ്ങളാണ് ഈ യങ് പ്ലേയേഴ്സ് കണ്ട് പഠിക്കേണ്ടത്. അപ്പം ഹെവൻ ഉറപ്പായിട്ടും മാർട്ടിനസിൽ നിന്നും അത് പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. ഓർ മേ ബി ഹി ഹാസ് ഹിസ് നാച്ചുറൽ ഇൻസ്റ്റിങ്സ്. കാരണം പ്രത്യേകിച്ച് ആർസണലിൽ കളിക്കുന്ന സമയത്ത് അക്കാഡമിയിൽ കളിക്കുമ്പോൾ ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പം ഓൾവേസ് ലൈക്കിനോ തിങ്കിങ് ഫോർവേഡ്, എപ്പോഴും ഫോർവേഡായിട്ട് തിങ്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് ബോൾ എത്തിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അത് ഡിഫൻസിലേക്ക് വരുമ്പോഴും ഉറപ്പായിട്ടും ആ സെയിം ചിന്താഗതി ഉണ്ട്. അല്ലാതെ സൈഡ് പാസ് കൊടുക്കാനോ ബാക്ക് ഈസി പാസ് കൊടുത്ത് അങ്ങനെ ഒഴിവാകാനായിട്ടുള്ള കാര്യങ്ങളല്ല. ഹി ഈസ് ഓൾവേസ് തിങ്കിങ് ഫോർവേഡ്. അപ്പോൾ ഏതൊരു ഗെയിം ബിൽഡപ്പ് നമ്മൾ ബാക്കിൽ നിന്ന് ചെയ്യുമ്പോഴും ഈ ഫോർവേഡ് ലൈൻ ബ്രേക്കിംഗ് പാസസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ സൈഡ് പാസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മിഡ് ലൈൻ ഉണ്ടാവും, അപ്പം അത് ബ്രേക്ക് ചെയ്ത് പോകത്തില്ല. നമ്മളെല്ലാം മിക്കപ്പോഴും സൈഡിൽ കൂടെയാണ് നമ്മുടെ ഗെയിം നടക്കുന്നത്. അപ്പം നടുക്കൂടെ ഈ ലൈൻ കട്ടിങ് പാസസ് ഒരിക്കലും അധികം വരാറില്ല. കാരണം പ്രത്യേകിച്ച് മാർട്ടിനസ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡിഫൻഡേഴ്സ് ഇപ്പോൾ ഡിലിറ്റ് ആണെങ്കിൽ പോലും, മെഗ്വയർ ആണെങ്കിൽ പോലും, യോറോ ആണെങ്കിലും ഒന്നും ഈ ലൈൻ കട്ടിങ് പാസസ് കൊടുക്കുന്നതിൽ അത്രയ്ക്ക് എക്സ്പേർട്സ് ഒന്നുമല്ല. പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് ഹെവൻ വന്നപ്പോൾ കഴിഞ്ഞ ഗെയിമിൽ 2-3 പാസസ്, ഈ ലൈൻ കട്ടിങ് പാസസ് എംബൂമയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ഡിയോഗോ ഡാലോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് അത് നമ്മുടെ കണ്ണിന് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു കാഴ്ച, അതായത് മാർട്ടിനസിനെ പോലുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറിനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാർട്ടിനസും കൂടെ വന്ന് കഴിഞ്ഞു തീർന്നപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയും കൂടെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എയ്ഡൻ ഹെവനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീമിലേക്ക് ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ പോലും അങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ല. വളരെയധികം കാമായിട്ടും കിട്ടുന്ന അവസരങ്ങൾ കളിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും കിട്ടുന്ന അവസരങ്ങൾ കളിക്കുക. അപ്പം ഈ സമയത്ത് പ്രത്യേകിച്ച് ഡിലിറ്റിൻ്റെ അഭാവത്തിൽ ടീമിലേക്ക് സാധ്യത കിട്ടിക്കഴിഞ്ഞിരുന്നപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഡിലിറ്റ് വരുമ്പം അവിടെ റൂബൻ അമറമിന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരിൽ ഒരാളെ എടുക്കണം. നോക്കുമ്പോൾ ഒരെണ്ണം സീസൺഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറും മറ്റേതെന്ന് പറഞ്ഞാൽ യങ് പക്ഷേ ഫിയർലെസ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ലൈൻ കട്ടിങ് പാസ് ചെയ്യുന്ന പ്ലെയർ. അപ്പോൾ അമറമിന് ഡെഫിനറ്റ്ലി ഇതൊരു കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന കാര്യമാണ്. ബട്ട് ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവ് സൈനാണ്. നമുക്ക് ഇത്രയും ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ അകത്ത് നമുക്ക് പിക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യങ്ങളാണ്. ഇപ്പം ഒന്നല്ലെങ്കിൽ ഒന്ന്, പക്ഷേ രണ്ടും മികച്ചതാണ് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ അമറും ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹി ട്രസ്റ്റഡ് എയ്ഡൻ ഹെവൻ. ആ ഫുൾ ട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തുള്ള കളിയിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഒരു ഫസ്റ്റ് ഹാഫ് വരെ കളിപ്പിച്ചിട്ട് കാർഡ് കിട്ടിയതിൻ്റെ പുറത്ത് പിൻവലിച്ചു. ഈ കളിയിലാണെങ്കിലും മെയിനായിട്ട് കളിക്കാനായിട്ട് കൊടുത്തു, 69 മിനിറ്റ്സ് കളിക്കാനായിട്ടുള്ള അവസരം കൊടുത്തു. അതിനകത്ത് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. സോ ഹീ ട്രസ്റ്റഡ് ഹെവൻ ആൻഡ് ഹെവൻ റീപെയ്ഡ് ഇറ്റ് 100%. എവൻ അത് റീപേ മാത്രമല്ല ചെയ്തത്, എവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതായത് ഐ ബിലോങ് ഹിയർ എന്നുള്ള ഒരു ലെവലിലാണ് പ്രകടനം കാഴ്ചവെച്ചത് തന്നെ. സോ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതൊരു താരോദയം തന്നെയാണ്. കാരണം നമുക്ക് യങ് പ്ലെയേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ സീനിയർ പ്ലെയേഴ്സിൻ്റെ അഭാവത്തിൽ ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യുക എന്നുള്ള ലെവലിലേക്കായിരിക്കും. പക്ഷേ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക മാത്രമല്ല, ആ സ്ഥാനം ഉറപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന ലെവലിലേക്ക് വരാൻ പാകത്തിനുള്ളൊരു ഡിഫൻഡറാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻഡറും കൂടി തന്നെയാണ് ഹെവൻ. സോ ഡിലിറ്റ് തിരിച്ചു വരുമ്പോൾ ഡിലിറ്റിൻ്റെ പൊസിഷൻ ഈസി ആവില്ല ടു ഗെറ്റ് ഇൻ ടു ദ ടീം. കളി കഴിഞ്ഞിട്ട് അമറമിൻ്റെ ഇൻ്റർവ്യൂയുടെ സമയത്ത് ഹെവനെ കുറിച്ചിട്ട് വളരെ പുകഴ്ത്തിയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. നല്ല ഫ്യൂച്ചറായിട്ടുള്ള ഒരു പ്ലെയറാണ് എന്നുള്ള ലെവലിലേക്ക് ആണ് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം അമറം യങ്സ്റ്റേഴ്സുമായിട്ടുള്ളൊരു രീതി, കോബി മെയിനിയുടെ കാര്യത്തിലാണെങ്കിലും ഷെയ്ലേസി അങ്ങനത്തുള്ള നമ്മുടെ അക്കാഡമി ഗ്രാജുവേറ്റ്സുമായിട്ടുള്ള ഒരു ഇതുണ്ട്.
അപ്പോൾ അവർക്കൊന്നും അധികം ചാൻസസ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്ലെയറിന് അത്രയും ട്രസ്റ്റ് കൊടുത്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നാൽ മേ ബി ഹി ഹാസ് ഗോട്ട് ബിഗർ പ്ലാൻസ് ഫോർ ഹെവൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹെവൻ ഒരു പുത്തൻ താരോദയം എന്നുള്ള ലെവലിലാണോ, അതോ ഒരു നോർമൽ പ്ലെയർ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്, സ്ക്വാഡ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിലാണോ നിങ്ങൾക്ക് തോന്നുന്നത്? പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. പിന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.